ഞങ്ങളുടെ കൂടെ വന്നു കിടന്ന് തുള്ളാണ്ട പേരടത്ത് പോയിരിക്കാനേ. എന്റെ കാലിന്റെ ചിരട്ട പോയി മരുമോളെ, കാലിന്റെ ചിരട്ട പോയി. ഞാൻ എന്നാ ദുബായിലുള്ള നിങ്ങളുടെ മോനോട് വിളിച്ചു പറയട്ടെ അമ്മയുടെ മുട്ടിന്റെ ചിരട്ട മാറ്റി വെക്കാൻ. നിന്റെ ഭർത്താവ് എന്റെ മോൻ ചോറ് തിന്നാ പാത്രം എടുത്ത് മാറ്റാത്തവനാ എന്റെ ചിരട്ട മാറ്റി വെക്കാൻ കൊടുത്തു. ഓടി അവിടുന്ന്. നിങ്ങളുടെ മാട്ടക്കളി ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. നമ്മൾ ഇനി ടിവിയിലാണ് അമ്മ കളിക്കാൻ പോണത്. ടിവിയിലാ? ആ ഫ്ലവേഴ്സിൽ ഇതൈറ്റം വേറെ എന്ന് പറഞ്ഞ പരിപാടി നമ്മൾ കളിക്കാൻ പോണത്. അതിനാണ് ഒരു ആശ ഇവിടെ വരുമെന്ന് പറഞ്ഞത്. ആശാൻ വന്ന് പുതിയ സ്റ്റെപ്പ് ഒക്കെ പഠിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ അപ്പുറത്തെ ഗീതേനെയും ശൈലയൊക്കെ വിളിയടി. എന്തിനു വേണ്ട, നമ്മൾ ആശാന്റെ അടുത്ത് പഠിച്ചിട്ട് നമ്മൾ പഠിപ്പിക്കും. പിന്നെ നമ്മൾ ആരാ? നമ്മൾ ആശാട്ടിമാരായി. ചാനലിൽ പോയാലും ടിവിയിൽ പോയാലും മെയിൻ ആയിട്ട് ലോഡ് ചെയ്യുന്നത് ഞാനായിരിക്കും. ഈ ഡാൻസ് കളിക്കുന്നതിന്റെ സെന്ററിൽ നിന്ന് ലോഡ് ചെയ്യൂലേ? അത് ലോഡല്ലമ്മ, അത് ലീഡ്. ആ പറഞ്ഞ സാധനം ഞാൻ കളിക്കും. അല്ലെങ്കിൽ നിനക്ക് എന്നെ കളിയാക്കൽ കൂടുതലാണ്. കഴിഞ്ഞ സ്റ്റേജിൽ നീ ഇങ്ങനെ കൈകൊട്ടി കളിച്ചുകൊണ്ടിരുന്നപ്പം പ്രൈസ് ആയിട്ട് വന്നു നോട്ടുമാലയായിട്ട്. നിനക്ക് തന്നത് 500 രൂപ നോട്ടുമാല, എനിക്ക് തന്നത് വെറും 10 രൂപ നോട്ടുമാല. ഓ അത് വേറൊന്നുമല്ല, എനിക്ക് ഇത്തിരി സൗന്ദര്യമൊക്കെ കൂടുതലായിട്ട് മേക്കപ്പ് സാധനങ്ങളൊക്കെ മേടിക്കാൻ കാശ് വേണമെന്ന് അവന്മാർക്ക് അറിയാം. അതാണ് 500 രൂപ തന്നത് കേട്ടാ. പക്ഷെ അവന്മാരുടെ ഇടയിൽ എനിക്ക് മാത്രം 10 രൂപ തന്നത്. അതും അവർക്കറിയാം. അമ്മക്ക് 10 രൂപ മുറുക്കാൻ മതിയെന്ന്. അല്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഈ പ്രാവശ്യം അവിടെ വന്നൊന്ന് തെറ്റിക്കാൻ നിൽക്കരുത് കേട്ടാ. ഞാനെന്തോ തെറ്റിച്ച്? ഞാൻ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നു സ്റ്റേജിങ്ങനെ ഇങ്ങനെ കളിച്ചോണ്ടിരുന്നപ്പം നിനക്കിടാൻ വേണ്ടി ഒരുത്ത നോട്ടുമാലയും കൊണ്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ അവന്റെ അടുത്തോട്ട് ഇങ്ങനെ തലയും കൊണ്ട് പോയപ്പോ അപ്പൊ അപ്പുറത്ത് പോകും. അപ്പോൾ ഞാൻ എന്ന് പറയുമ്പോ അവൻ ഇങ്ങോട്ട് പോകും. അങ്ങനെയല്ലേ എനിക്ക് തെറ്റിയത്? അങ്ങനെ തെറ്റിയോണ്ടാണ് അവര് ഫസ്റ്റ് പ്രൈസ് തരാണ്ട് വിട്ടത്. കന്നടി കന്നടി ദൈവത്തെ ഓർത്ത് ഞാൻ നിങ്ങളെ കാല് പിടിച്ചിട്ട് പറഞ്ഞാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തിരുപ്പനും കെട്ടി വെച്ചിട്ട് ടി വി പരിപാടിക്ക് കളിക്കാൻ വരാൻ നിൽക്കരുത്. എന്റെ തിരുപ്പൻ എന്തടി കുഴപ്പം? നിന്റെ ഭർത്താവിന്റെ അച്ഛൻ മണിയണ്ണന് എന്റെ ഈ തിരുപ്പൻ എന്ന് പറഞ്ഞാൽ എന്ത് ഇഷ്ടമാണെന്ന് അറിയാമോ? അയ്യോ അതായിരിക്കും അങ്ങനെ എന്തെങ്കിലും വാ ഒഴിയാൻ വേണ്ടി വാ തുറക്കുമ്പോഴത്തേക്കും തിരുപ്പനെടുത്ത് അണ്ണാക്ക് തിരികെ കൊടുക്കണത്. ഞാൻ ഒരു കാര്യം പറയാം, എന്റെ തിരുപ്പൻ ഇപ്പൊ എന്തടി കുഴപ്പം? നിങ്ങൾ കഴിഞ്ഞ പരിപാടിക്ക് ഈ തിരുപ്പനുമായിട്ട് വന്ന് കളിച്ച് അത് ഈ കുടുംബത്ത് വന്ന് കയറിയപ്പോ തിരുപ്പനില്ലെന്ന് പറയുന്നത് ഒച്ചപ്പാടുണ്ടാക്കിയിട്ട് ഞാൻ ആ സർവ ചേച്ചിയുടെ തിരുപ്പനെടുക്കാൻ പോയി. ഞാൻ ചെന്നപ്പോ അതായിരിക്കണ 3 പേരും കൂടി വടക്കം മുകളേന്ന് പറഞ്ഞ ആ തിരുപ്പനെടുത്ത് വെച്ച് മുറുക്കണം. നാണം കെട്ടുപോയി ഞാൻ. അയ്യോ കെട്ടിയെടുത്ത് ഈ വീട്ടിലോട്ട് കയറി വന്നു നീ. ഞാൻ വലിഞ്ഞേറി വന്നേന്നല്ല, നിങ്ങളുടെ മോന് പെണ്ണ് കിട്ടാണ്ട് നാടായ നാട്ടിലുള്ള അമ്പലങ്ങൾ തോറും ഓരോ രൂപ വെച്ച് കൊണ്ടുപോയി ഇവര് നേർച്ചിട്ടിട്ടാണ് എന്നെ കിട്ടിയത്. അയ്യടി ഭഗവാനെ, അന്ന് 10 രൂപ തികച്ചിട്ടാ മതിയായിരുന്നു. 1 രൂപയ്ക്ക് ഇതൊക്കെ അല്ലേ കിട്ടത്തുള്ളൂ. അയ്യോ നിങ്ങൾ നേർച്ചിട്ടൊന്നല്ല എന്നെ കിട്ടിയത്. ഞാൻ ചേട്ടനെ നേരത്തെ കണ്ടിട്ടുണ്ട്. എവിടെ വെച്ച്? കൊച്ചമ്പലത്തിലെ ഉത്സവത്തിന് അന്നദാനത്തിന് സാമ്പാർ വിളമ്പുന്ന സമയത്ത്. അതിന് സാമ്പാറിന്റെ കൂട്ടത്തിൽ കഷ്ടത്തിൽ ഉരുളക്കിഴങ്ങിന് പകരം എന്റെ മോനെ തെറ്റിക്കാൻ നിൽക്കരുത്. ഈ കളിയുടെ പേരെന്തുവാ? കൈകൊട്ടിക്കളി. ഇത് കൈകൊട്ടി കളിയല്ല, ഇത് നീ കൈ നിട്ട് കളിക്കുന്ന കളി. ആരുടെ വേലിക്കല്ലിന്റെ എവിടാ? ആരുടെ വേലിക്കല്ലിന്റെ എവിടാ? നമസ്കാരം. കുമ്പളം അപ്പു 2 എണ്ണം എനിക്ക് കൊടുത്താ. ഇതൊന്ന് കുമ്പളം അപ്പ. കുമ്പളപ്പന്നല്ല പറഞ്ഞത്, പിന്നെ എന്റെ പേരാണ് പറഞ്ഞത്. കുമ്പളം അപ്പു. ആരാ? നിങ്ങളെല്ലാരും കൈകൊട്ടിക്കളി പഠിപ്പിക്കാൻ വന്ന കൈകൊട്ടിക്കളി മാസ്റ്റർ. മാസ്റ്ററാണോ? അങ്ങനെയാണെങ്കിലേ ആദ്യം നമ്മളെല്ലാം കൈകൊട്ടി പഠിപ്പിക്കേണ്ടത്. പിന്നെ അവരെ ഒന്ന് കൈകൊട്ടി ഒന്ന് പഠിപ്പിച്ചേ. മനസ്സിലായോ? ഒരു മിനിറ്റ്. എന്താ പേര്? എന്റെ പേര് രാജി. നാട്ടുകാർക്കൊക്കെ നല്ല ബഹുമാനമാണല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചു? പേരിന്റെ അവസാനം ഒരു ജി. എന്ത് ചെയ്യുന്നു? ഞാൻ ആശാ വർക്കറാ. ഏത് പഞ്ചായത്തിൽ ഏത് വാർഡിലാണ്? പഞ്ചായത്തിലും വാർഡിലെന്നല്ല, എന്തെങ്കിലും ജോലി കിട്ടുന്ന ആശിച്ചിരിക്കുന്ന വർക്കറാണ് ആശാ വർക്കർ. രാജി വെച്ചതാണല്ലേ? രാജിയൊക്കെ എനിക്ക് ജോലി കിട്ടിയില്ലല്ലോ. അതല്ലെന്ന്, ഈ രാജി വന്നവരുടെ എനിക്കിട്ട് വെച്ചതാണല്ലേ? ഇങ്ങനെ കൈകൊട്ടി നിക്കണ്ട, ഞാനല്ലേ ആശാൻ. അപ്പൊ ഞാൻ പറയാൻ നേരത്ത് മാത്രം കൈകൊട്ടിയാ മതി. ഞാൻ കൈകൊട്ടി സ്റ്റെപ്പ് ഇട്ടതല്ല, കുറെ നേരം കിടക്കും പഴന്തുണിയായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ തിന്നു. എന്താണ് അമ്മച്ചിയുടെ പേര്? ഗണത്തിൽ ശാന്ത. ഗണത്തിൽ ശാന്ത. എന്ത് ചെയ്യുന്നു? ഞാൻ സൊസൈറ്റി ലേഡിയാണ്. സൊസൈറ്റി ലേഡിയാ? രാവിലെ പാലും കൊണ്ട് സൊസൈറ്റി പോകുന്ന ലേഡി. സൊസൈറ്റി ലേഡി.
പേരെന്താന്നാ പറഞ്ഞത്? ഗണത്തിൽ ശാന്ത. ഗണത്തിൽ മാത്രമേ ശാന്തയുള്ളൂ, ഗുണത്തിൽ ഒരു ശാന്തയില്ല. പിന്നെ നമ്മളെ എന്നെ ഇവിടെ ഡാൻസ് പഠിപ്പിക്കണ്ടേ? കൈകൊട്ടി കളിക്കാനുള്ള കുട്ടികൾ വേറെ ആരും ഇങ്ങോട്ട് വന്നിട്ട്? അയ്യോ, അവരല്ല, എന്നെയാണ് മെയിൻ ആയിട്ട് പഠിപ്പിക്കേണ്ടത്. കൈകൊട്ടി കാക്കയെ വിളിക്കേണ്ട പ്രായത്തിലാണ് കൈകൊട്ടി കളിക്കാനായിട്ട്. അല്ലല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഇവിടെ നേരെ ഫ്ലവേഴ്സ് ചാനലിൽ ചെല്ലുന്നു, കൈകൊട്ടി കളി കളിക്കണം. മനസ്സിലായോ? ഏകദേശം മനസ്സിലായി വരുന്നു. മുല്ലപ്പൂവിന്റെ മണം, കൊട്ടൻ ചൂക്കാതിയുടെ മണം. ഇതെങ്ങനെയാ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തന്നാ? കാര്യങ്ങളൊക്കെ എന്ന് പറയാൻ നേരത്ത് നമ്മൾ ഈ ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കണ്ണെത്തുന്നിടത്ത് കൈയെത്തണം, കൈയെത്തുന്നിടത്ത് മെയ്യെത്തണം, മെയ്യെത്തുന്നിടത്ത് മനസ്സെത്തണം. ഇവിടെ എങ്ങും എത്തിയില്ലെങ്കിലും പ്രോഗ്രാം എവിടെയെങ്കിലും ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സമയത്തിന് എത്തണം. അതെന്ത്? അല്ലെങ്കിൽ നാട്ടുകാർ നമ്മൾ എവിടെയെങ്കിലും എത്തിക്കും. നല്ല അനുഭവം ഉള്ളതുകൊണ്ട് പറയുവാണ്. അപ്പോ ഡാൻസിലോട്ടൊക്കെ കടക്കുന്നതിന് മുമ്പായിട്ട് നാട്യശാസ്ത്രത്തിൽ ഭരതമുനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതെ, ഭരത് ഗോപി എന്താ പറഞ്ഞെന്നല്ല ഞാൻ ചോദിച്ചത്. എന്തായാലും ഈ അമ്മച്ചി ഡാൻസ് കളിക്കുന്നല്ലേ പറഞ്ഞു? വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ആദ്യം വന്നിട്ട് ഒന്ന് പറയാതിന്റെ കാരണം എന്താ അറിയാമോ? ഈ ഡാൻസ് കളിച്ച സമയത്ത് നിങ്ങൾ എല്ലാവരും ഈ വെള്ള കളറിലെ സാരി ഇട്ടല്ലേ? അന്തന സിനിമയിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. അതായത് മറ്റേ മഞ്ചാടിക്കുരി അറിയാൻ നേരത്ത് വെള്ള കളറിനകത്ത് മറ്റേ പുള്ളി കളർ വീടുന്നത്. ഈ അമ്മച്ചി കളിച്ചോണ്ടിരുന്നപ്പോഴത്തേക്ക് തൊട്ട് മുമ്പിൽ നിന്ന് പെൺകുട്ടി പെട്ടെന്ന് ആ പുള്ളി കളറായി. അതെങ്ങനെ സംഭവിച്ചെന്ന് അറിഞ്ഞു? ഞാൻ ഈ തള്ളയോട് പച്ച മലയാളത്തിൽ പറഞ്ഞ മൂർക്കാൻ പാരിട്ടിട്ട് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആദ്യത്തെ സ്റ്റെപ്പാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ വന്ന് നിൽക്കൂ, ഇവിടെ വന്ന് നിൽക്കൂ, ഒന്ന് ശ്രദ്ധിക്കൂ എന്റെ അമ്മച്ചി, നോക്കിക്കോണം. ആദ്യം നമ്മള് ഇങ്ങനൊരു സ്റ്റെപ്പ്, ഇങ്ങനൊരു സ്റ്റെപ്പ്, ഇങ്ങനൊരു സ്റ്റെപ്പ്, ഇങ്ങനൊരു സ്റ്റെപ്പ്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് 3 പേർ കൂടെ നോക്കാം. ആദ്യം ഇങ്ങനെ, ഇങ്ങനെ, ഇങ്ങനെ. മുമ്പോട്ടല്ലേ വരേണ്ടത്, ഈ പുറകോട്ട് പോകാൻ ആര് പറഞ്ഞു? ഇങ്ങോട്ട് വാ, ഇവിടെ വന്ന് ഇരിക്ക്. ആദ്യം ചെയ്യേണ്ടതെന്ന് അറിയോ? അരമണ്ഡലത്തിൽ ഇരിക്കണം. പ്രായമായില്ലേ മോനെ, ഇനി അരയൊക്കെ എടുത്ത് മണ്ടേ കൊണ്ട് വെക്കണ എങ്ങനെ? ഈ മണ്ടക്കകത്ത് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഇമാതിരി വർത്താനം എന്നോട് പറയത്തില്ലായിരുന്നു. അതാണോ പറഞ്ഞത്? അരമണ്ഡലത്തിൽ ഇങ്ങനെ നിൽക്കി. കുറച്ചുകൂടെ ബാക്ക്, കുറച്ചുകൂടെ ബാക്ക്, ബാക്ക്, കുറച്ചുകൂടെ ബാക്ക്. ഇനിയിപ്പോ ബിസ്താരി തട്ടുമോനെ. എന്നാ പിന്നെ ഇങ്ങോട്ട് നിൽക്കാം. അവിടെ നില്ലേ, ഇനി ഞാൻ പറയുന്നവരെ അവിടെ നിൽക്കണം. അപ്പൊ നമുക്ക് എന്തായാലും ഡാൻസ് നോക്കുമല്ലോ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. വട്ടക്കൽ ദേശം പുതുപ്പറമ്പേ തകൃതത്തിന്റെ, വട്ടക്കൽ ദേശം പുതുപ്പറമ്പേ തകൃതത്തിന്റെ, 8 അടി മൂർഖൻ കിണറ്റിലുണ്ടേ തകൃതത്തിന്റെ, 8 അടി മൂർഖൻ കിണറ്റിലുണ്ടേ തകൃതത്തിന്റെ. മനസ്സിലായ? ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. അതാണ്, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവും. പറയൂ, എന്ത് മനസ്സിലായി? 8 അടി മൂർഖൻ കിരട്ടിനകത്ത് കിടപ്പുണ്ട്. അതിന് ബാബാ സുരേഷിനെ വിളിച്ചു വരുത്തണായിരുന്നു. അതാണോ ഇവിടെ പറഞ്ഞോണ്ടിരിക്കുന്നത്? നമ്മൾ ഡാൻസിന്റെ കാര്യങ്ങളല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരത്തെ പാട്ടിട്ട് സ്റ്റെപ്പിലേക്ക് കിടക്കാം. അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പാട്ടൊക്കെ കേട്ടോ നോക്കി, ഇത് നമുക്ക് തുടങ്ങാം. തുടങ്ങിയോ? 3, 4. വേദന മാറിയ ഇതാണ് ഞാൻ പറഞ്ഞത്, കുഴമ്പ് തീർന്നേട്ടാ. അയ്യോ, ഇപ്പൊ നന്നായിട്ട് പറയില്ലേ? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ? പിന്നല്ലാതെ ഞാനല്ലേ പിടിക്കത്തുള്ളൂ. എഴുന്നേക്ക്, എഴുന്നേക്ക്. കഴിഞ്ഞോ? കുട്ടി ഇങ്ങനെ പെട്ടെന്ന് കളിച്ചോണ്ടിരിക്കുന്നിടക്ക് സ്റ്റെപ്പ് തെറ്റി ഒന്ന് വീടായിരുന്നു. പാവം ചെറുക്കൻ മണലാരിന് ഇത്തിരി പാവം ആണല്ലേ? നമുക്ക് അതിന്റെ ബാക്കി പിടിക്കാം. 3, 4. ഇത് ഞാൻ നിനക്കൊരു മാലയും
രണ്ടുപേര് ഇവിടെ നിന്ന് റിഹേഴ്സൽ എടുത്തോണ്ടിരിക്കാൻ നേരത്ത് ഇവിടെ കാലം നീട്ടിയിരുന്ന് റെസ്റ്റ് എടുക്കുവാണോ? അമ്മയുടെ മര്യാദ പറഞ്ഞിട്ട് നല്ലോണം പഠിച്ചു സ്റ്റേജിൽ കയറി തെറ്റിക്കാൻ നിൽക്കരുത്. ഇപ്പൊ നിനക്ക് സ്ലോ മോഷനിൽ ഓടണ്ടേടാ, കയ്യിലോടണ്ടേടാ. കയ്യിലും നേരത്തെ തീർന്നായിരുന്നു. എടാ വന്ന സമയം തൊട്ട് നിന്നെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നെ നീ ശ്രദ്ധിക്കുന്നില്ല, അവളെ കൂടെ കാര്യം എന്താടാ? അല്ല, സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ചന്തയിലോട്ട് ചെല്ലുന്നു. അവിടെ ഒരുപാട് മീനുകൾ അടുക്കി വെച്ചിട്ടുണ്ടാവും. ആദ്യം നമ്മൾ പച്ചമീൻ നോക്കുവോ ഉണക്കമീൻ നോക്കുവോ? അത് നമ്മൾ പച്ചമീനെ നോക്കോളൂ. അതേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. 3, 4